ഫ്രീസറിൽ ഒരു തേങ്ങയില്ല. അരിഷ്ടോ അതിന് ഫ്രിഡ്ജ് എടുത്ത് വെച്ചേക്കുന്നത്. അമ്മൂമ്മയുടെ ഓരോ എന്റർടൈൻമെന്റ്. പക്ഷെ പൊട്ടിച്ചിട്ട് പോലും ഇല്ലേ ഇത്രയും പ്രൊസസ്സാരോ. കഷായം ഇപ്പം ഞാൻ കുടിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ വല്ലതും വിളിച്ച് പറയും, മിണ്ടാതെ ഇവിടെ വെച്ചിട്ട് പോവാം. കളഞ്ഞു തിന്നാൻ വല്ല ഇരിക്കണ പാത്രം കാര്യമില്ല. നോക്കാം. പാറക്കുരിപ്പ് വളർന്നതിന് ശേഷം ഇവിടെ ഒറ്റ ബിസ്ക്കറ്റ് ബാക്കി വെച്ചേക്കില്ല. അങ്ങനെ കുട്ടിക്കർഷകം തിന്നോണ്ടെങ്കിൽ ഇരിക്കല്ലേ. എന്തര് പൈസ നൂറ് 200 500 വീണ്ടും 500. അതെനിക്ക് അഴുക്ക ചെറുക്ക സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പൈസ അടിച്ചു മാറ്റണല്ലേ. ഞാൻ അടിച്ചു മാറ്റിയൊന്നുമല്ല. ഞാൻ ഇവിടെ പൈസ ഇരിക്കുന്ന കണ്ടപ്പം അല്ല ചേച്ചി എവിടെ വന്ന് ഞാൻ എവിടെന്നെങ്കിലും വരട്ടെ. എന്താ ഉദ്ദേശം? ഉദ്ദേശമൊന്നുമില്ല ചേച്ചി. ഞാൻ ബിസ്ക്കറ്റ് തപ്പി വന്നതാ. അപ്പൊ തപ്പി വന്നപ്പോ ഇത് കണ്ടതാ. എടാ പാവ കനകാന്റി വെച്ചേക്കണ പൈസ ആയിരിക്കുമടാ. കനകാന്റിയോ? കനകാന്റി ആണെങ്കിൽ ഇത്രയൊന്നും മടക്കി വെക്കത്തില്ല. ഈ മടക്കണ്ട അറിഞ്ഞൂടെ? ഇത് അമ്മൂമ്മയുടെ. അമ്മൂമ്മേടെങ്കിൽ അമ്മൂമ്മയുടെ അതവിടെ വെക്ക്. അങ്ങനെ വെക്കാൻ പറ്റൂല. ഇത് സംഭവം എവിടുന്ന് വരുന്ന പൈസ എന്നറിയോ? നമ്മുടെ സാധനം മേടിക്കാൻ കൊടുത്തുവിടുന്ന കാശില്ലേ, അവിടുന്ന് ബാക്കി വരുന്ന കാശും പിന്നെ അമ്മൂമ്മയുടെ അവിടെ ഇവിടെയുള്ള എല്ലാ ചില്ലറ സമ്പാദ്യവുമാണ്. ഇന്നലെ ഞാൻ 200 രൂപ ചോദിച്ചായിരുന്നു. ഒന്ന് പെട്രോൾ അടിക്കാൻ തരുമോ അമ്മൂമ്മ? 10ന്റെ പൈസ ഇല്ല. 500 നോട്ടിരിക്കുന്ന ഇരിപ്പുണ്ടാവും. 1 2 എന്തത് കുഴിമ ഇറങ്ങിയിരുന്നല്ലേ. എന്താ ഉദ്ദേശം? ചേച്ചി നമുക്ക് നൈസിൽ അമ്മൂമ്മ ഒന്ന് വട്ടം കറക്കിയാല. നീ അമ്മൂമ്മേനെയാണ് വട്ടം കറക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇടയ്ക്കൊരു ഫണ്ണൊക്കെ വേണ്ടേ? ചേച്ചി കൂടെ എന്നാ മതി. എന്താ പ്ലാൻ? പറയാം. ഇനിയുണ്ടോ? லெச்சு கேசோ டே ஓ இது வந்து அம்மா பைசா போடுற டின் தானே? ஏது அது குடு. ஏது அது ഇത് നമ്മുടെ ഈ മറ്റേ എന്തത് പരിപ്പോ എന്തോ இல்லடா இதுல தான் அம்மா பைசா போட்டு வைப்பாங்க. ആണോ? അമ്മൂമ്മ ഇതിലാണോ പൈസ ഇട്ട് വെക്കണേ? ஆமா லெச்சு. അയ്യോ അത് ഞാൻ ഇപ്പഴാട്ട് അറിഞ്ഞു. ഞാനും. டே கேசு ஒழுங்கா சொல்லு, இதுல இருந்த பைசா நீ எடுத்தியா? പൈസ എടുത്താടാ നീ? லெச்சு கேசு சொல்லுங்க முதல்ல. സൗണ്ട് എടുക്കല്ലേ ആന്റി സൗണ്ട് എടുക്കല്ലേ. ആന്റി ഇത് അമ്മൂമ്മടുത്ത് പറഞ്ഞെടുക്കാൻ പോകണോ? ஆமா. അങ്ങനെയാണെങ്കിൽ അമ്മൂമ്മ വരുമ്പോൾ ഞങ്ങൾ പറയും ഈ പൈസ ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു തന്നതും ഈ ബോട്ടിൽ ഞങ്ങളുടെ എടുത്തു തന്നതും കനകാന്റിയാണ്. என்னடா இது? സൗണ്ട് കമ്മി അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങ് വരും. மதுரை மீனாட்சி சத்தியமா நான் சொல்லலைയെങ്കിലും ഞാൻ சொல்லுவല്ലോ. நான் அப்படி போனா போதுமா இருந்து எதுக்கு நான் இங்க வந்தேனோ? അതെ എതുക്ക് ഇങ്ങ വന്നേനോ? എന്താ ഇവിടെ എല്ലാരും കഥയും പറഞ്ഞോണ്ട് നിക്കുവാന്നോ? അടുക്കളയിലെ ജോലിയൊന്നും ചെയ്യുന്നില്ലയോ? അല്ല കനകാന്റി പറയായിരുന്നേ കനകാന്റിക്ക് തീരെ വയ്യാന്ന്. ആന്റിക്ക് ഒരു വയ്യെങ്കിൽ ആന്റി ഒരു കാര്യം ചെയ്യേണ്ട, അകത്ത് പോയി റെസ്റ്റ് എടുത്തോ. അയ്യോ പക്ഷെ നിനക്ക് എന്ത് പറ്റി? எனக்கு ஒண்ணும் இல்லம்மா,
നല്ലതാ நான் இருக்கேன். അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ വരാവേ. ആന്റി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. നിനക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? இல்லம்மா நான் நல்லாதான் இருக்கேன். അമ്മൂമ്മ നമുക്കൊന്ന് സ്പെഷ്യൽ എന്തുവാ? ഇന്ന് കുറച്ച് മീനിരിപ്പുണ്ട്, പക്ഷെ അത് വറക്കാനും മാത്രമില്ല, കറി വെക്കാം. വൈകിട്ടത്തേന് കാണത്തുമില്ല. വൈകിട്ടത്തേന് നമുക്ക് വെജ് മതി. എന്നാ പിന്നെ നിങ്ങളെ പണി കിടക്കട്ടെ. കനാൻ്റെ പണി കിടക്കട്ടെ കേട്ടാ, ഞാൻ പോണേ. എന്താ? ஒண்ணும் இல்லம்மா, நீங்க போங்கம்மா, நான் எல்லா வேலையும் நானே செஞ்சுக்கிறேன். അത് ഞാനിവിടെ പോവാൻ? நீங்க போங்க, படுத்துக்கலாமே. എന്താ നിനക്ക് ഒരു കള്ള ലക്ഷണം പോലെ? ஒண்ணும் இல்லம்மா, நல்லா தான் இருக்கேன். அம்மா, எனக்கு ஒரு விஷயம் உங்கள்கிட்ட சொல்லறதுக்கு இருக்கு. എന്ത് വിഷയം? പെട്ടെന്ന് ചൊല്ല്. എന്താടാ? അമ്മൂമ്മ പിന്നെ ഇവിടെ ഈ വെണ്ടയ്ക്ക് ഇരിപ്പുണ്ടോ? എന്തിന്? ഈ മെഴുക്കോട്ട് വെക്കാൻ ഉച്ചക്ക്. വെണ്ടയ്ക്ക മെഴുക്കോരട്ടി വെക്കണോ എന്തോ വേണക്കണോന്ന് ഞാൻ നോക്കിക്കോളാം. നീ അപ്പുറത്ത് പോയേ. അമ്മൂമ്മയുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്തോളൂ. കനകാന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. കനകം, എന്താ എന്താ പറ്റിയ നിനക്ക്? ஒண்ணும் இல்லம்மா, நான் நல்லா தான் இருக்கேன். நீங்க போங்கம்மா. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചുരുട്ടി വെക്കും. മോനെ കേശവ, ഓ എത്രയുണ്ട്? ചുട്ടാ ആ ചുട്ട് 2450. 2450 തന്നെ 2450. എന്റെ പൊന്നെ. എടാ ഇനിയിപ്പോ കനകാന്റെ എങ്ങനെ അമ്മൂമ്മ അടുത്ത് പറഞ്ഞു കൊടുത്തു വേണോ? ഏയ് പേടിച്ചിട്ട് പറഞ്ഞു കൊടുക്കൂല. നീ പറഞ്ഞു കൊടുക്കൂ? പറയാൻ പറ്റില്ല, രണ്ടും ഭയങ്കര സെറ്റാ. നമ്മളിപ്പോ തമാശക്ക് അമ്മൂമ്മയുടെ അടുത്ത് ആന്റീനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കൊടുത്താണ്ടല്ലോ, നേരെ ഇരുട്ടി വെളുക്കുന്നതിന് മുന്നേ അമ്മൂമ്മ അത് ആന്റിയുടെ ചെവിയിൽ എത്തിച്ചിരിക്കും. തിരിച്ചും അതുപോലെ തന്നെ ആന്റീനെ പറ്റി അമ്മൂമ്മ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെ. നീ ഒരു കാര്യം ചെയ്, നൈസായിട്ട് കനകാന്റീനെ വിളിക്കും. ചേച്ചി വിളിച്ചില്ലേ? ഇല്ല. ഇതുകൊണ്ടാണ് ഞാൻ ചെവി മൊത്തെടുത്തത്. നിന്റെ ഒടുക്കത്തെ ധരവിളി പയ്യെ വിളിച്ചാ പോരെ, കേക്കൂലേ? പിന്നെ അടുക്കളയ്ക്ക് നാളെ ഞാൻ എങ്ങനെ വിളിക്കണം? മന്ത്രം ചൊല്ലുന്ന വിളിക്കണ? എടാ ഈ അടുക്കള എന്ന് പറയുന്നത് ഈ കാണുന്നതല്ലേ. എനിക്ക് ഇത്രയും ഉറക്കം വിളിക്കണം എന്തിനാ? പയ്യെ വിളിച്ചാലും മതി. என்னடா கேசு, என்ன லட்சு? என்னடா நீங்க ரெண்டு பேரும் இப்படி என்ன முறைச்சு பாக்குறீங்க? நிஜமா சொல்றேன், நான் அம்மா கிட்ட ஒண்ணுமே சொல்லல. ആന്റി, ഞങ്ങൾ ആന്റി അടുത്ത് എന്തെങ്കിലും ചോദിച്ചാ? இல்ல. പിന്നെ എന്തിനാണ് ഇപ്പൊ ഒരു കാര്യമില്ലത്? നിജമാ അമ്മ കിட்ட ഒന്നും சொல்லலன்னு சொன்னேன். நீங்க முறைச்சு பார்த்தப்போ நீங்க என்ன சந்தேகப்படுறீங்கன்னு எனக்கு தெரிஞ்சது. ആന്റിങ് വന്നേ. எதுக்கு? ഇരി ആന്റി. ഇങ്ങനെ സങ്കടപ്പെട്ട് നിക്കല്ലേ. വാ 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 വാ. കനാൻഡി, കനകാൻഡി പ്രതിയാവും. நானா? நான் என்ன செஞ்சேன்? ഞങ്ങളെ ചതിച്ചാ ഞങ്ങളും തിരിച്ച് ചതിക്കും. நான் ஏமாத்த மாட்டேன். മധുര മീനാക്ഷി അമ്മയെ തൊട്ട് സത്യം ചെയ്യും. ஐயோ, அப்படியெல்லாம் சத்தியம் போடக்கூடாது. അങ്ങനെയാണെങ്കിൽ ആന്റി പ്രതിയാവും. ஐயோ, நான் இல்ல. അതും ചെയ്യും. மதுரை மீனாட்சி அம்மா சத்தியமா அம்மா கிட்ட நான் அம்மா கிட்ட சொல்ல மாட்டேன். എന്തോ പറഞ്ഞേ? അമ്മയോട് പറയത്തില്ലെന്ന് മധുര മീനാക്ഷിയെ തൊട്ട് സത്യം ചെയ്ത എന്തോന്ന് ഇപ്പൊ പറയണം.
அது அம்மா வந்து வந்து വന്നല്ല പോയി എന്തോന്ന് പോയി ആര് കനകാന്റിക്ക് മധുര പോണെന്ന്. എന്തിനാ ഇപ്പൊ മധുര പോന്നേ? അത് അമ്മൂമ്മ അടുത്ത് പറയാൻ പറ്റൂലെന്ന്. അതായത് കനകാന്റി മധുരയിൽ പോണ കാര്യം അമ്മൂമ്മ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മ കനകാന്റിയെ മധുര വിടത്തില്ലല്ലോ. വിടൂലല്ലോ. അപ്പോ അതുകൊണ്ട് കനകാന്റി പോണ കാര്യം പറയരുതെന്ന് സത്യം ചെയ്തത്. അല്ല, എന്നോട് പറയരുതെന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ എന്നോട് പറയാതിരിക്കുന്നതല്ലേ സത്യം ചെയ്യുന്നത്? അത് തന്നെ, അമ്മൂമ്മയടുത്ത് പറയരുതെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യം സത്യം ചെയ്യേണ്ടത് അമ്മൂമ്മയാണല്ലോ. അതെ അതെ, അമ്മൂമ്മയാണ് സത്യം ചെയ്യേണ്ടത്. അപ്പൊ അമ്മൂമ്മ എന്താ സത്യം ചെയ്തത്? അല്ല, അമ്മൂമ്മയല്ലേ നമ്മളാണ് സത്യം ചെയ്യേണ്ടത്. അല്ല, കനകാന്റിയാണ് സത്യം ചെയ്തത്. എന്തോന്ന് കനകാന്റി ഇത്? അല്ല അല്ല, കനവ് എന്തിനാ ഇപ്പൊ സത്യം ചെയ്തത്? കനകാന്റി എന്തിനാ ഇപ്പൊ സത്യം ചെയ്തത്? കനകാന്റിയുടെ കാര്യം ചില സമയം ഇങ്ങനെ വെറും രൂപ. അതെ, പാവം. എന്തെങ്കിലും പറഞ്ഞാലേ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നോളൂ. അമ്മൂമ്മ, നമുക്കിന്ന് വൈകിട്ടെ എന്തേലും എരിവും പുളിയൊക്കെ ഉള്ളത് കടിച്ച് പറിച്ചാലാ? കുറച്ചായി കടിച്ച് പറിച്ചിട്ട്. കുറച്ചോ? കൊറേയായി. അല്ല, ഇപ്പൊ ആരാ പറഞ്ഞ കടിച്ചു പറിക്കണ്ടെന്ന്? അല്ല, നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതിയൊക്കെ കുറച്ച് ഡൗൺ ആണല്ലോ. അപ്പൊ പിന്നെ ഒന്ന് ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന സ്ഥിതിക്ക് അത് നീ അങ്ങ് പിടിച്ചങ്ങ് ലൂസാക്ക്. ഓക്കെ, ലൂസാക്കാം. അമ്മൂമ്മയുടെ കാശല്ലിരിക്കണം അമ്മൂമ്മ. എന്റെ 10ന്റെ പൈസ ഇല്ല. എന്തോ അമ്മൂമ്മ വെറുതെ എച്ചിക്കണക്ക് പറയാ. കാശിന് മാറി എറിയേ. മിക്കവാറുവേ നിന്നെ ഞാൻ അടുത്ത് എറിയും. പടവലത്തുനിന്നേ ഇഞ്ചിയുടെ തേങ്ങാടെ കാശ് കിട്ടിയിട്ടില്ല. കുരുമുളക് പറിക്കാനാണെങ്കിലേ പൈസ ഇല്ലാത്തോണ്ട് പറിക്കാതെ വെച്ചേക്കുവാ. 10,000-3000 രൂപ വേണമെന്ന് പറിപ്പിക്കണമെങ്കിൽ. ഈ ടിന്നേ, ഈ നമ്മുടെ ഈ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ ഇടുന്ന ടിന്നില്ലേ, വലിയ ടിന്ന്, അത് മേടിക്കാനുള്ള പൈസ എന്തായിരുന്നു? അത് മേടിക്കാനുള്ള പൈസ ആയിട്ടില്ല. ആയിട്ടില്ലല്ലേ? ശരി ശരി, ആവൂല ടിന്നെ എന്നെ കൊണ്ടേ കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഞാൻ വല്ലതും പറഞ്ഞാ കൂടി പോകും കേട്ടോ. ഇരിക്കുന്നുണ്ടില്ലയോ? ട്യൂഷൻ കഴിഞ്ഞ് വന്നോ ചേച്ചി? ചേട്ടാ, വിശക്കുന്നു. എന്താ കഴിക്കാനുള്ള? അയ്യോ, സ്ഥിരം സാധനം, ചോറും സാമ്പാറും. ദാരിദ്ര്യം. മനസ്സ് വെച്ച വേണമെങ്കിൽ മാറ്റി പിടിക്കാം. എപ്പോ മനസ്സ് വെച്ചെന്ന് ചോദിച്ചാ മതി. എത്തിയാ പഠനമൊക്കെ കഴിഞ്ഞ്? എന്താ പഠിപ്പിച്ചേ? അതൊക്കെ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ സംസാരിച്ചോണ്ടില്ലേ, ഞാൻ നേഴ്സിൽ പോയിട്ട് അമ്മൂമ്മയെ തൂക്കിയെടുത്തോണ്ട് വരാം. ഞങ്ങൾ തമ്മിൽ എന്ത് സംസാരിച്ചോണ്ട് നിൽക്കാൻ? ഒന്ന് തല്ലുണ്ടായിക്കണ്ടില്ലെന്ന്. പറവി, നിനക്ക് സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞാൽ നീ അടി ഉണ്ടാക്ക്. ലച്ചേച്ചിയെ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ അടി ഉണ്ടാക്ക്. കേശുവേ, നീ അമ്മൂമ്മയുടെ അടുത്തേക്കാണ് പോണത്. അമ്മൂമ്മയുടെ അടുത്തോട്ടല്ലേ? എന്താ ചേച്ചി പ്രശ്നം? നിന്റെ ചേട്ടനെന്ന് അമ്മൂമ്മയുടെ പൊതിരെ മേടിക്കും. ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെ പറയുന്നേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ ചേച്ചി എന്തെങ്കിലും മേടിച്ചു തരുമോ? മറ്റുള്ളവർക്ക് എന്ത് വേണേലും മേടിച്ചു കൊടുക്കാം. അതിനൊരു കുഴപ്പമില്ലല്ലോ ചേച്ചിക്ക്. അല്ല, നീ ഇതൊക്കെ ഇപ്പൊ എന്റെ അടുത്ത് പറയാൻ കാരണം? ചേച്ചി ആക്ടിങ് കേശോടെ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ? ഓ, അഭിനയായിരുന്നല്ലേ. കണ്ടിന്യൂ. ചേച്ചി എപ്പോഴും സാമ്പാറും ചോറ് മാത്രമേ ഉള്ളോ? വേറൊന്നും ഇല്ലേ? സ്പെഷ്യൽ എന്തെങ്കിലും മേടിക്ക്. അങ്ങോട്ട് പറ. എനിക്ക് സ്പെഷ്യൽ വല്ല വേണം ചേട്ടാ. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കേറി ഓട്ടന തുടങ്ങിയാണല്ലോ അല്ലേ കനാൻഡി? ഇപ്പൊ എന്തിനാണ് നിനക്ക് സ്പെഷ്യൽ വേണോ? ചേട്ടാ, മറ്റുള്ള പിള്ളേരൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോ അവരുടെ വീട്ടിൽ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് അറിയോ? അതെ, ആനമുട്ടയും കുതിരമുട്ടയും കുതിരയിറച്ചിയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടാവും. പാറു, ഉനക്ക് സ്പെഷ്യലാ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കട്ടാ? എപ്പോ നോക്കിയാലും നൂഡിൽസ്. ഞാൻ എന്ത് പറഞ്ഞാലും നൂഡിൽസേ ഉള്ളു ഇവിടെ. പൊന്നുമക്കളെ, ഇവിടെ ഉള്ളതല്ലേ ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. അത് തന്നെ. പാറു, എന്താ മക്കളുടെ പ്രശ്നം? ഞാൻ ഒന്നും മിണ്ടാത്തതാണ് പ്രശ്നം. കൊച്ചു കുട്ടിയാണെങ്കിലും വലിയവരെ പോലെ അങ്ങ് പെരുമാറിക്കോണം. എന്റെ പാറു, നീ ആദ്യം ഒന്ന് അടങ്ങ്. ഇവിടെ മനുഷ്യന്റെ 5ന്റെ പൈസ ഇല്ല, അതുകൊണ്ടൊന്നും മേടിച്ചു തരാത്തെ. മക്കളെടാ, എനിക്കും മക്കൾക്ക് സാധനമൊക്കെ മേടിച്ചിടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ പൈസ ഇല്ല, അറിയാലോ. ഇപ്പൊ ഉച്ചക്കത്തെ ചോറിരിപ്പുണ്ട്, ചെന്ന് കഴിക്കിപ്പോ. എനിക്ക് വേണ്ട. ഉനക്ക് ടീയും ബിസ്ക്കറ്റും എടുക്കട്ടാ?
ഉണങ്ങിയ ബിസ്ക്കറ്റ് എനിക്ക് വേണ്ട. அப்படின்னா சுடு சுடா உப்புமா செஞ்சது கொடுக்கட்டா? എന്തിന്? നെഞ്ചരിഞ്ഞ് ചാവാനാ? പാറുവേ ഇത്ര വാശിയുടെ ആവശ്യമൊന്നുമില്ല. അമ്മൂമ്മ പറ്റുവാണെങ്കിൽ ഒക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. മക്കളെ ഉച്ചക്കലത്തെ ചോറ് ഇരിപ്പുണ്ട്, അമ്മൂമ്മ പെരട്ടി മൂക്ക് വാരിത്തരാം. എനിക്ക് വേണ്ട. അമ്മൂമ്മ ഒരു 500 രൂപ ഇങ്ങോട്ട്. എന്തുവാ കൊച്ചെന്തെങ്കിലും മേടിച്ചു ഇവിടെ ഒരു 500 രൂപ. നീ എന്തോ പറഞ്ഞ 500 രൂപയോ? 5 രൂപ ചോദിക്കുന്ന പോലെ 500 രൂപ എന്നൊക്കെ പറയുന്നത്. 500 രൂപ ഒന്നും കണ്ട കാലം പറഞ്ഞു. എന്റെ അല്ലെങ്കിൽ 10 പൈസ എടുക്കാനില്ല. ഒരു 200 രൂപ. 200 പോയിട്ട് 100 രൂപ എന്റെ കയ്യിൽ എടുക്കാനില്ല. 100 രൂപ പോലും എടുക്കാനില്ല. ആ ഇരിക്കും, എടുത്ത് വെച്ചേക്കും. എന്റെ കയ്യില് 10 പൈസ എടുക്കാനില്ല. ആ. 2450 രൂപ പൂഴ്ത്തി വെച്ചിട്ട് 10 പൈസ എടുക്കാനില്ലെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടിയും കൊണ്ട് വന്നോളൂ. എന്റെ ദേഷ്യം വരുന്നുണ്ട്. എല്ലാത്തിനും ഞാൻ ശരിയാക്കി കൊടുക്കാൻ ഞാൻ. അത് തന്നെ, ഒരു നേരം പട്ടിണി കിടന്നൊന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, അവരുടെ അഹങ്കാരം കണ്ടല്ലോ ഒന്നും കഴിക്കാത്തെ. ഇനിയിപ്പോ അവർക്ക് ചിക്കൻ മേടിച്ചു കൊടുക്കണം, ചിക്കൻ വറുത്തത് മേടിച്ചു കൊടുക്കണം, കറി മേടിച്ചു കൊടുക്കണം. ഞാൻ ഇതൊക്കെ എവിടെ നിന്നൊന്നും മേടിച്ചു കൊടുക്കാനാ? അല്ല, സാധാരണ ട്യൂഷന് പോയിട്ട് വന്നു കഴിഞ്ഞാലേ അമ്മൂമ്മയെ വിശക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് അടുക്കളോട്ട് ഓടിക്കയറി വരും. കൈയും കഴുകിയിട്ട് എന്തുവാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. അതിനിപ്പോ കഞ്ഞിയാണെങ്കിലും അത് കുടിക്കും. എന്തിനാണമ്മൂമ്മ വളർന്നു വരുന്ന പിള്ളേരല്ലേ, അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും, വിശപ്പൊക്കെ കൂടും. ആണോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, മക്കളെ എന്നേ ഒരു ചിക്കൻ മേടിച്ച് നിർത്തി പൊരിച്ചങ്ങ് കൊടുത്താട്ടെ. അവിടെ കാശില്ലല്ലോ. കാശുണ്ടായിരുന്നെങ്കിൽ എപ്പോ ചെയ്തെന്ന് ചോദിച്ചാ പോരെ. കാശല്ലേ ഇഷ്ടം പോലെ ലച്ചുവിന്റെ കയ്യിലിരിക്കുന്നേ. അതെ, എന്റെ മടിക്കൂത്ത് മൊത്തം കാശാണല്ലോ. മറ്റന്നാൾ ലോൺ അടയ്ക്കണം, 5ന്റെ കാശില്ല. അത് ഞാൻ ഇനി അവിടെ നിന്ന് ഒപ്പിക്കും. എന്റെ ലച്ചു ഒരു 500 രൂപ മതി. അത് തന്നെ, ഒരു 500 രൂപ പോരെ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എടുത്ത് കൊടുത്തൂടെ? എന്റെ കയ്യിൽ എവിടുന്നാ? പിന്നെ എന്റെ കയ്യിൽ എവിടെന്നാ? അതെ അതെ അതെ, ചുമ്മാ ഒരു 500 രൂപയുടെ നിസ്സാര പൈസയുടെ പേരും പറഞ്ഞ് നിങ്ങളുടെ നടി ഉണ്ടാക്കില്ലേ. എന്തോ നിങ്ങൾ ഇനി എന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കണ്ട. അന്ന് കയറിയപ്പോ എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നി. ഇനി എനിക്ക് ഒന്നും വേണ്ട. നിവൃത്തിയില്ലാത്ത വീട്ടിലല്ലേ ഞാൻ. ഇനി കണ്ടറിഞ്ഞ് ജീവിച്ചോളാം. എന്റെ കൊച്ചേ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇവിടെ സ്പെഷ്യലായിട്ട് ഒന്നും ഇരിപ്പല്ല. ചോറ് ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അത് തരാം. അല്ലെങ്കിൽ മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്, അതും വേണമെങ്കിൽ തരാം. എന്റെ ദൈവമേ, ഇതൊക്കെ എനിക്ക് കേട്ടോണ്ട് നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളല്ലോ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധത്തിലാണ് ഞാൻ. എടാ ഇറങ്ങിപ്പോടാ, ഒരുമാതിരി നാടകം പറയുന്ന പോലെ പറഞ്ഞോണ്ട് നിൽക്കാതെ. നീയേ ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്നത് കൊണ്ടാ നിന്നെ ഈ വീട്ടിൽ ആർക്കും ഒരു വിലയില്ലാത്തത്. பாரு, நீ செல்லம் தானே, பிரச்சனை எல்லாம் செய்யக்கூடாது. நான் ஆன்ட்டி உனக்கு வெஜிடபிள்ஸ் எல்லாம் கட் பண்ணி செம்மையான நூடுல்ஸ் ഉണ്ടാക്കി കൊടുക്കறேன். ആന്റി ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ആന്റിയുടെ കാല് ഒത്തിയതിനു ശേഷമാണ് ബേറ്റുളിച്ചോട് മെയിൻ ആയത്. അമ്മൂമ്മ എന്താ എല്ലാം അങ്ങ് വിട് പോട്ട്. ഒരു 500 വേണ്ട, ഒരു 200 രൂപ എടുക്കാൻ കാണും. യേശു എന്റെ കയ്യിൽ ഇല്ല. ഡെപ്പോസിറ്റ് ഇട്ടേക്കുവാടാ. ആ എല്ലാം അവിടെ കിടക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും കാലം കഴിയുമ്പോൾ തന്നെ ഗവൺമെന്റ് കണ്ടു കെട്ടിക്കോളും. മോനെ, നീ എന്റെ കയ്യിൽ മേടിക്കുവേ. ഞാൻ എല്ലാവരും അറിഞ്ഞു പറയാനാ. அம்மா ஒரு 500 அல்லைன்னா ஒரு 1000 கூடம்மா. ഓ, ഒരു 500 ഒരു 1000 കൊടുക്കാൻ എന്തോ എന്റെ കയ്യിൽ ഇരിപ്പുണ്ടോ? ഞാൻ എന്താ ഇവിടെ ബാങ്ക് നടത്തുന്നുണ്ടോ? അല്ല, അമ്മൂമ്മയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതിന്റെ കാരണം എന്താ? കൊച്ചെ, പടവലത്തുനിന്ന് തേങ്ങയുടെ കാശ് കിട്ടിയായിരുന്നോ? കുരുമുളക് ഇതുവരെ പറപ്പിച്ചിട്ടില്ല. എന്തിന്? ഇന്നലെ ഉമേഷ് എന്നെ വിളിച്ച് 2000 രൂപ ചോദിച്ചു. അവന് പോലും 2000 രൂപ കൊടുക്കാൻ എന്റെ കയ്യിലില്ലായിരുന്നു. ശരി ശരി ശരി, അമ്മൂമ്മയുടെ കാശില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്റെ അനിയത്തി ഇവിടെ കിടന്ന് വിശക്കുന്നതെന്ന് പറഞ്ഞ് കിടന്ന് കരയുന്ന കണ്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ ദാണ്ട പോയിട്ട് വരണം. ഞാൻ തിരിച്ചു വരുമ്പോ മക്കൾക്ക് വേണ്ട സ്പെഷ്യലുമായിട്ട് ചേട്ടൻ വരുള്ളൂ. പോയിട്ട് വരട്ടെ ചേച്ചി. ഓ എന്റെ പൊന്നോ, എന്തൊരു സ്നേഹമുള്ള ആങ്ങളാ. ഞാൻ ഇവിടെ നിന്നാലേ വല്ലതൊക്കെ പറഞ്ഞു പോകും. ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ കയ്യിൽ നിന്ന് എല്ലാവരും മേടിക്കുകയും ചെയ്യും. ഞാൻ പോവാ. എന്താ കേട്ടോ ഇത്? ഇത് ഫുഡ്
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേട്ടൻ എന്നെ ഇളക്കി വിട്ടിട്ട് ചേട്ടൻ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് ഇതൊക്കെ എന്തിനു മേടിച്ചേ? ലച്ചേച്ചി നിന്നോടൊന്നും പറഞ്ഞില്ല? ഇല്ല. സംഭവം ഒന്നുമില്ല മക്കളെ, കാര്യമൊക്കെ ഞാൻ പറയാം. ഇതിലുള്ള പ്രശ്നമുള്ള കേസൊന്നുമല്ല. മക്കളെന്തായാലും ഫുഡ് കഴിക്കും. മിക്കവാറും ഇതായിരിക്കും നമ്മുടെ അവസാനത്തെ ഫുഡ് കഴിപ്പ്. അയ്യോ, എന്തോടെ കാര്യം പറ. സീരിയസ് ആണ്, അത്ര വലിയ വിഷയമുള്ള കേസൊന്നുമല്ല. മക്കള് ഫുഡ് പിടി. പിന്നെ ഞാൻ പുറത്തു പോയ സമയത്ത് അമ്മൂമ്മ എന്തായാലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല? ഇല്ല. എന്തുവാ? ഒന്നുമില്ല. വാട്ടി നട്ടാ. എവിടെ എല്ലാരും? എവിടെ വിളിയടി? അത് ശരി, എല്ലാം മേടിച്ച് നിങ്ങൾ സെറ്റിംഗ് ചെയ്താ? എത്ര രൂപയായി? മൊത്തം തീർന്നു. മൊത്തം തീർന്നെന്നാ? ഇത് 2000 ഫുഡിലൊന്നും കണ്ടറിയാം. ചേച്ചിയെ, എന്റെ ചേച്ചി തന്നെയാ, എന്റെ അടുത്ത് വിളച്ചിൽ കാണിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ പക്ഷെ അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ. അവരവിടെ ഉണ്ട്. അവിടെ സംസാരിച്ചിരിക്കണ വിളി. നീ വിളി. വിളിന്ന് വിളിക്കടാ. അമ്മൂമ്മ, കനാന്റെ. മേടിച്ചോ? പിന്നെ ഒന്നും നോക്കിയില്ല, കാശ് വാരി അങ്ങ് വീശില്ലേ. കണ്ടാ കനകം, എന്റെ മോൻ കണ്ടോ? എല്ലാം പോയി മേടിച്ചോണ്ട് വന്ന കണ്ടോ? എവിടുന്നായിരുന്നു മക്കളെ കാശ്? കാശൊക്കെ നമ്മുടെ കയ്യിലില്ലേ? അല്ലേ, എല്ലാം അമ്മൂമ്മയുടെ കടാക്ഷം. അമ്മൂമ്മയുടെ അനുഗ്രഹം കാരണമാണല്ലോ നമ്മളെ കാശൊക്കെ പറഞ്ഞത്, അല്ലേ ചേച്ചി? അതെ അതെ, അമ്മൂമ്മയില്ലെങ്കിൽ പിന്നെ ഞങ്ങളും ഇല്ലല്ലോ അമ്മൂമ്മേ. എന്തുവാ നോക്കിക്കൊണ്ട് നിക്കുന്നേ? അങ്ങോട്ട് വിളമ്പ്. അങ്ങോട്ട് ഇരിക്കേ, കഴിവിട്ടോ. ചെല്ലു കഴിവിട്ടോ. അമ്മൂമ്മ അമ്മൂമ്മ, ഞാൻ കഴിവിപ്പിക്കാം. ബാ 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 ബാ. അയ്യോ കനകാന്റി വിളമ്പ് കേട്ടാ, വിളമ്പ്. ചെല്ലു പാറ, ചെല്ലടാ, ഇരിക്കടാ. പോടാ പോടാ പോടാ. അമ്മൂമ്മ വാ. അയ്യോ ബാബാ, എന്റെ അമ്മൂമ്മ വാ. കണ്ടോ കണ്ടോ എന്റെ കുഞ്ഞിന്റെ സ്നേഹം കണ്ടോ? അമ്മൂമ്മ ഇവിടെ ഇരി, അതാവുമ്പോ എനിക്ക് വിളമ്പി തരാമല്ലോ. ബാക്കി പ്ലേറ്റ് ഇട്, പ്ലേറ്റ് ഇട്, കനകാന്റി പ്ലേറ്റ് ഇട്. ചേച്ചി അമ്മൂമ്മ കഴിക്കണേ. ഇടിയപ്പോ അല്ലേ? ഇപ്പൊ എത്ര എണ്ണം വേണം? ഒരെണ്ണം ഇട് മക്കളെ. ഒന്ന് മതിയോ? ഒന്നുകൂടെ കഴിയും അങ്ങോട്ട്. എന്താ വന്നത് മറ്റേ? ബാക്കി എല്ലാരും വേണ്ടവരൊക്കെ എടുത്ത് കഴിക്കും. അമ്മൂമ്മ ഒരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് ബീഫ് ട്രൈ ചെയ്യും. വേണ്ട കഴിക്കാം അമ്മൂമ്മ, കഴിക്കാം. കനകം കണ്ടോ, ഇങ്ങനെ കൊച്ചുമക്കള് വിളമ്പിത്തന്ന് കഴിക്കാൻ ഒരു ഭാഗ്യം വേണം. ഞാൻ ചെയ്ത സുഹൃതത്തിന്റെ ഫലമാ ഇതൊക്കെ. അത് കറക്റ്റാ. അമ്മൂമ്മ ചെയ്ത സുഹൃത്തത്തിന്. ചേച്ചി ആ ബീഫിനെടുത്ത് അതങ്ങോട്ട് എടുത്തു കൊടുക്കും മക്കളെ. അമ്മൂമ്മ ചെയ്ത സുഹൃത്തത്തിന്റെ ഫലമായിട്ടാണല്ലോ അമ്മൂമ്മക്ക് ഇക്കണ്ട ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ അമ്മൂമ്മയുടെ കയ്യിൽ കാശും ഉണ്ടായത്. അതുള്ളതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് കഴിക്കുന്നത്. ഞാൻ വന്നില്ലല്ലോ. അല്ല, എനിക്ക് മനസ്സിലായില്ല. എന്റെ ഈ കാശുണ്ടായത് കൊണ്ടാ വട്ടം കൂടിയിരുന്ന് കഴിക്കുന്നേന്ന്. അത് അങ്ങനൊക്കെ തന്നെ. കനകാന്റി ഇരി കഴിക്കേ. எனக்கு வேண்டாம் சாமி, எனக்கு இதெல்லாம் இறங்கவே இறங்காது. കനകം ഒരെണ്ണം കഴിക്കേ. കഴിക്കേ. കഴിക്കാം. അമ്മൂമ്മ എങ്ങനെയുണ്ട് അമ്മൂമ്മ ടേസ്റ്റ്? കൊള്ളാം, നല്ലതാണല്ലേ? നല്ലതായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടല്ലേ? എന്റെ മോൻ സൂപ്പർ അല്ലേ? അത്രേ ഉള്ളൂ. അമ്മൂമ്മയുടെ കൊച്ചുമോൻ എന്ന് പറഞ്ഞ ആരാ? അമ്മൂമ്മ പിന്നെ താങ്ക്സ്. എന്തിനാ മക്കളെ? ഫുഡ് മേടിച്ചു തന്നാനേ. ഫുഡ് മേടിച്ചു തന്നേനോ? ഫുഡ് മേടിക്കാൻ കാത്തു തന്നെ ആരാ? അല്ലേ ചേച്ചി? ആരാ കാശ് ലച്ചു വന്ന? അമ്മൂമ്മ. ഞാനോ? അമ്മൂമ്മ അമ്മൂമ്മ കഴി. നീ പറ. കൊച്ചു കള്ളി, നമുക്ക് വേണ്ടി അടുക്കളയിൽ ആ ടിന്നില് 2450 രൂപ ഇട്ട് വെച്ചിരുന്നല്ല. ആ ടിന്നിനകത്ത് ഇട്ട് വെച്ചിരുന്ന 2450 രൂപ നീ എടുത്തോ? ആ പൈസയാണ് ഇരുന്ന് തിന്നോണ്ടിരിക്കുന്നത്. അമ്മൂമ്മ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ അമ്മൂമ്മ പ്രശ്നം ഉണ്ടാക്കുന്നു.
ആന്റി അടുത്ത് ചോദിച്ചോ, ആന്റി എല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. കനകം നീയും എന്നെ ചതിച്ചില്ലയോ? இல்லம்மா எனக்கு ஒண்ணுமே தெரியாதம்மா. இவங்க தான் என்ன மாட்டி விட பாக்காறவங்க அம்மா. அம்மா എടാ നിന്നെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ അടി ഉണ്ടാവില്ലേ? കഴിച്ചോണ്ടിരിക്കുമ്പോ അടി ഉണ്ടാക്കാൻ പാടില്ല. എന്താണ് അമ്മൂമ്മ അത്? നിസ്സാര പൈസയല്ലേ, ഫുഡിന് വേണ്ടിയല്ലേ, അമ്മൂമ്മയല്ലേ. ഞാൻ ആ പൈസ ഇട്ട് കൂട്ടി വെച്ചിരുന്നേ ഒരു 5000 രൂപയാകുമ്പോ ഒരു സാധനം മേടിക്കാൻ വേണ്ടിട്ട്. 5000 രൂപയ്ക്ക് എന്ത് സാധനം അമ്മൂമ്മ? കുന്തം